ഹലോ, അപ്പോൾ ഇന്ന് ഉള്ളി തീയലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു 3 സ്പൂണോളം നമ്മുടെ കടുക് ആഡ് ചെയ്ത് പൊട്ടാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളി, അതുപോലെ തന്നെ വേപ്പില, പച്ചമുളകും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ മൂപ്പിക്കുന്നുണ്ട്. നല്ലോണം ഈ ഒരു ഷെയ്ഡ് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വാളംപുളി ഞങ്ങൾ പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിലേക്ക് അതിൻ്റെ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശർക്കര നമ്മൾ ഇതുപോലെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശർക്കര വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ട് വരണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് അത് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഉലുവയും നമ്മൾ ഉണക്കി പൊടിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതൊന്ന് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മധുരം നോക്കിയിട്ട് കുറച്ചും കൂടി ഞങ്ങൾ ശർക്കര പാനി ഇടുന്നുണ്ട്. ലാസ്റ്റ് കായപ്പൊടി ഒന്നും കൂടി ഇട്ട് ഒന്നും കൂടി നല്ല രീതിക്ക് ഇളക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ കിട്ടണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.